റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിലെ 7ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ശരി അടയാളപ്പെടുത്താം. ഒരു 5 ചോദ്യങ്ങൾ താഴെയുണ്ട്. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ 3 ഓപ്ഷനുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ 2 കള്ളിയിൽ ശരിയിടരുത്, 2-3 കള്ളിയിലൊന്നും ശരിയിടരുത്, ഒറ്റ കള്ളിയിൽ മാത്രം ശരിയിടുക. ശരി കൃത്യമായും വ്യക്തമായിട്ടും ഇടുക. അടുത്ത കള്ളിയിലേക്ക് പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. 1ാമത്തെ ക്വസ്റ്റ്യൻ, സക്കാത്ത് വാജിബാകാൻ കൊല്ലം തികയേണ്ടതില്ല. സക്കാത്ത് വാജിബാകാൻ കൊല്ലം തികയേണ്ടതില്ല. ഇത് കാരക്കയിൽ, പശുവിൽ, വെള്ളിയിൽ. ഏതിലാണ്? 4ാമത്തെ പാഠത്തിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. കാരക്കയിലാണ് അല്ലേ. കാരക്കയിലും മുന്തിരിയിലൊന്നും കൊല്ലം തികയേണ്ട, കണക്ക് പൂർത്തിയാൽ മതി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 2ാമത്തത്, അപ്പോൾ അവിടെ കാരക്ക എന്നുള്ളടത്ത് ശരിയിടുക. 2ാമത്തത്, കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ. കാരണമില്ലാതെ 5ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ഒരു കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട്, ഇവിടെ ശ്രദ്ധിക്കണം, നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ്? കറാഹത്താണ്. ഈ നിസ്കാരത്തിൻ്റെ പകരം ഇവിടെ ദിവസമാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ വരും. കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കലാണെങ്കിൽ അപ്പോൾ വിധി മാറും. എന്താവും? ഹറാമാകും. അത് ക്വസ്റ്റ്യൻ എന്താണോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. ഇവിടെ നിസ്കാരത്തെയാണ്, അപ്പോൾ കറാഹത്താണ്. ഇനി 3 നോമ്പിൻ്റെ ഫർളുകൾ. 3, 4, 2. നോമ്പിൻ്റെ ഫർളുകൾ 2 എണ്ണമാണ്. നീയത്തും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് പിടിച്ച് നിൽക്കലൊക്കെയാണല്ലോ, അപ്പോൾ 2ആണ്. 4ാമത്തത്, കസറാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ. കസറാക്കാവുന്ന യാത്ര, അതിൻ്റെ ഒരു ദൂരപരിധിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ യാത്രയിൽ നോമ്പ് മുറിക്കൽ എന്താ? ജായിസ്, ഹറാമ്, സുന്നത്ത്. ജായിസാണ്. ജായിസ് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മുറിക്കാം, കുഴപ്പമില്ല എന്നർത്ഥം. 5ാമത്തത്, ഷെക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ. ഷെക്ക്, സംശയമുള്ള ദിവസം നോമ്പ് നോൽക്കൽ. പെരുന്നാളാണോ നോമ്പാണെന്നൊന്നും ഉറപ്പില്ലാത്ത ദിവസം നോമ്പ് നോൽക്കൽ ഉദാഹരണം പറഞ്ഞതാണ്. 7ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹറാമാണ്. ഷെക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളും ഹറാമുള്ള ദിവസങ്ങളൊക്കെ പഠിച്ചല്ലോ, അപ്പോൾ അത് ഹറാമാണ്. ഇനി 2ാമത്തെ ഒരു ആക്ടിവിറ്റി നമുക്ക് യോജിപ്പിക്കാം. ഇവിടെ താഴെ 5 ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് വായിച്ചിട്ട് കൃത്യമായി എഴുതി കൊടുത്താൽ മതി. പിന്നെ ചോദ്യമൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ തെറ്റ് വന്നാൽ പിന്നെ അത് വെട്ടിത്തിരുത്തലും പിന്നെ എഴുതാൻ സ്ഥലമില്ലാതെ ആകെ ഒരു ബോറാവും. പരീക്ഷ പേപ്പറൊക്കെ ഒരു വൃത്തിയില്ലാത്ത കോലത്തിൽ വരും. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ നജസാകുന്നു, സുന്നത്ത്, ത്വാഹിറാണ്, ത്വഹാറത്ത്, 4 കറാഹത്താണ്. ഇവിടെ ഓപ്ഷനുകൾ 6 ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻസ് 5 ഉള്ളൂ. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഒരു ഓപ്ഷൻ ഒരു ചോദ്യത്തിനും ഉത്തരമായിട്ട് വരില്ല. അതിന് എവിടെയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അത് മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി. 1ാമത്തെ ചോദ്യം എന്താ? അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണെന്ത്? ത്വഹാറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് 1ാമത്തെ എൻ്റെ ആൻസർ. അപ്പോൾ ത്വഹാറത്ത് എന്നിവിടെ എഴുതാം. 2ാമത്തെ ചോദ്യം എന്താ? റമദാനിലെ എല്ലാ രാവുകളിലും കുളിക്കൽ. റമദാനിലെ എല്ലാ രാവുകളിലും കുളിക്കൽ എന്താണ്? അത് സുന്നത്താണ്. അപ്പോൾ അത് 2ാമത്തെ എഴുതാം, സുന്നത്ത്. 3ാമത്തെ എന്താ? തയമ്മുമിൻ്റെ ഷർത്തുകൾ. തയമ്മുമിൻ്റെ ഷർത്തുകൾ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ആൻസറുകൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആൻസർ 4 എന്നുണ്ട്. അതാണ് തയമ്മുമിൻ്റെ ഷർത്തുകൾ 4. പിന്നെ 4ാമത്തത്, മൃഗങ്ങൾ തേട്ടി അരച്ചത് എന്താണ്? അത് നജസ്സാകുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നജസ്സാകുന്നു എന്നെഴുതാം. മൃഗങ്ങൾ തേട്ടി അരച്ചത് നജസ്സാകുന്നു. മുത്തവസ്സിത്തായ നജസിലാണ് അത് പെടുക.
പിന്നെ 5 ശവത്തിൻ്റെ തോലുറച്ച മുട്ട. ശവത്തിൻ്റെ തോലുറച്ച മുട്ട അതെന്താണ്? അത് ത്വാഹിറാണ്. അപ്പോൾ ത്വാഹിറാണ് എന്നിവിടെ എഴുതാം. ശവത്തിൻ്റെ തോലുറച്ച മുട്ട ത്വാഹിറാണ്. അപ്പോൾ ഇവിടെ കറാഹത്താണ് എന്നുള്ള ഓപ്ഷന് എന്തില്ല, ഒരു ക്വസ്റ്റ്യനും യോജിക്കുന്നതല്ല. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി ഇവിടെ മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തേത് മുഖഫഫായ നജസ് ഏതാകുന്നു? മുഗല്ലദ്, മുത്തവസ്സിത്ത്, മുഖഫഫ്. അതിൽ മുഖഫഫിൻ്റെ ഡെഫിനിഷൻ എഴുതി കൊടുത്താൽ മതി. എന്താണ്? 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അതാണ് മുഖഫഫായ നജസ്. നമ്മളത് 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ആൻസർ വരും? 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അതാണ് മുഖഫഫായ നജസ്. 2ാമത്തെ ചോദ്യം സ്ത്രീക്ക് സ്വന്തമായി ഫർളായ ഹജ്ജിന് പോകാം എപ്പോൾ? സ്ത്രീക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഫർളായ ഹജ്ജിന് പോകാം. അതെപ്പോഴാണ്? അതിൻ്റെ ആൻസർ നമ്മൾ 10ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വിശ്വസ്തയായ സ്ത്രീ കൂടെ സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ, ഒരു വിശ്വസ്തയായ സ്ത്രീയുടെ കൂടെ സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യാം? ഫർളായ ഹജ്ജിന് പോകാം. ഞാനിവിടെ ഒരു വിശ്വസ്തയായ സ്ത്രീയുടെ കൂടെ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ എന്നും കൂടി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിലാണ് അത് കംപ്ലീറ്റ് ആവുക. ഇനി 3ാമത്തത് ഖിറാൻ എന്നാൽ എന്ത്? നമ്മൾ ഹജ്ജ് 3 രൂപത്തിൽ നിർവഹിക്കാം. ഇഫ്രാദ്, തമത്തുഅ്, ഖിറാനൊക്കെ പഠിച്ചു അല്ലേ? ഇഫ്രാദ് പറഞ്ഞാൽ ഹജ്ജും, ആദ്യം ഹജ്ജ് പിന്നെ ഉംറ. ഞാൻ ചുരുക്കി പറയാണ്. എന്താണ് തമത്തുഅ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറ പിന്നെ ഹജ്ജ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഹജ്ജും, അങ്ങനെയല്ല പറയേണ്ടത്, ഹജ്ജും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നാണ്. എന്താണ്? ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നാണ് ആൻസർ വേണ്ടത്. അല്ലാതെ ഹജ്ജും ഉംറയും ഒരുമിച്ച് നിർവഹിക്കുക എന്നല്ല. അതൊന്ന് ശ്രദ്ധിക്കണം. 4ാമത്തത് യലംലം ആരുടെ മീഖാത്താകുന്നു? യലംലം യമൻ ഭാഗത്തുകൂടി വരുന്നവരുടെ മീഖാത്താണ് യലംലം. ആ യാ എന്നുള്ള 2 ഇതിൻ്റെയും തുടക്കത്തിൽ യാ എന്നുണ്ടല്ലോ, അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇറാഖ് ആണെങ്കിൽ ഇർക്ക്, ദാത്ത് ഇർക്കാണ്. ആ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് പ്രയോഗിച്ചിട്ട് നമ്മൾ മനസ്സിൽ ഉത്തരങ്ങൾ കയറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ യലംലം യമൻ ഭാഗത്തു കൂടി വരുന്നവരുടെ മീക്കാത്താണ്. അപ്പോൾ യമൻ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് എന്ന് എഴുതിയാൽ മതി. യമൻ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അവരുടെ മീക്കാത്താണ് യലംലം. 5ാമത്തത് തവാഫിൻ്റെ ഷർത്തുകൾ എത്ര? തവാഫിൻ്റെ ഷർത്തുകൾ 8 എണ്ണമാണ്. 8 എന്ന് എഴുതാം. പിന്നെ 6ാമത്തത് ജനാബത്ത് എന്നാൽ എന്ത്? എന്താണ് ജനാബത്ത് എന്ന് പറഞ്ഞാൽ 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ല 1ാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, 3ാമത്തെ പേജിൽ. ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനീ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് അല്ലേ? സംയോഗം കൊണ്ടോ മനീ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാബത്ത്. അങ്ങനെ എഴുതാം. 7ാമത്തത് നോട്ടിൻ്റെ സക്കാത്തിൻ്റെ നിസാബ് എത്ര? നിസാബ് പറഞ്ഞാൽ കണക്ക് എന്നാണ്. നോട്ടിൻ്റെ സക്കാത്തിൻ്റെ നിസാബ് എത്രയാണ്? അത് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വില. അതായത് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വില, അതാണ് നോട്ടിൻ്റെ സക്കാത്തിൻ്റെ നിസാബ്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാനാണ്. 6 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 1ാമത്തെ ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയുന്ന രൂപം. സിയാറത്ത് ചെയ്യുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന് അങ്ങനെ സലാം പറയേണ്ടത് പഠിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറാ അല്ലേ? 17ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ. അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറാ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സലാം പറയേണ്ടത്. 2ാമത്തത് ജിമാ കൊണ്ട് ഹജ്ജ് വസാദാക്കിയവൻ്റെ വാജിബായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹജ്ജ് പൂർത്തിയാക്കലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും കഫാറത്തും. ഈ 3 കാര്യങ്ങളും കൂടി അതിൽ ഉൾക്കൊള്ളണം. പിന്നെ ഇത് നമ്മൾ 16ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹജ്ജ് പൂർത്തിയാക്കലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും കഫാറത്തും. 3 കാര്യങ്ങളാണ് അതിൽ വേണ്ടത്.
പിന്നെ മൂന്നാമത്തത് മിനയിൽ രാപ്പാർക്കേണ്ട സമയം. മിനയിൽ രാപ്പാർക്കേണ്ട സമയം 13ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ എന്നാണ്. മിക്ക സമയവും മിനയിൽ രാപ്പാർക്കുക നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ എന്നെഴുതാം. അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ. നാലാമത്തത് നോമ്പ് വാജിബുള്ളവർ. നോമ്പ് വാജിബുള്ളവർ ആരാണ്? നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമും. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും നോമ്പ് വാജിബാണ്. 7ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും അങ്ങനെ എഴുതാം. 5ാമത്തത് സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ. സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ 3 ഒന്ന് മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ 2ാമത്തത് സ്വതന്ത്രനായിരിക്കുക. 3 ഹാഷിം മുത്തലിബ് കുടുംബത്തിൽപ്പെടാത്തവനായിരിക്കുക അല്ലേ. മുസ്ലിമായിരിക്കൽ, സ്വതന്ത്രനായിരിക്കൽ, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽപ്പെടാത്തവനായിരിക്കൽ. ചില കുട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എഴുതലുണ്ട്, ഇങ്ങനെ ഹാഷിം മുത്തലിബ് കുടുംബത്തിൽപ്പെട്ടവനായിരിക്കൽ എന്ന് എഴുതലുണ്ട്. അതല്ല, പെടാത്തവനായിരിക്കൽ എന്നാണ് വേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. 6ാമത്തത് 10ൽ 1 സക്കാത്ത് കൊടുക്കേണ്ടവ. 10ൽ 1 സക്കാത്ത് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? ധാന്യങ്ങളിൽ 10ൽ 1. പിന്നെ കാരക്ക, മുന്തിരി ഇവയിലൊക്കെ 10ൽ 1 സക്കാത്ത് കൊടുക്കേണ്ടത്. ധാന്യങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിലും എന്നൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ എന്നിവയിൽ എന്നൊക്കെ എഴുതാം. ഇനി 5ാമത്തത് വിധി എഴുതാം എന്നാണ്. 5 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ വിധി എഴുതി കൊടുക്കാനാണ്. ഇതൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ ക്വസ്റ്റ്യൻസുകളാണ്. തയമ്മുമിൽ 2ാമത്തെ അടിയിൽ മോതിരം ഊരൽ. തയമ്മും ചെയ്യുമ്പോൾ 2ാമത്തെ അടിയിൽ മോതിരം ഊരൽ എന്താണ്? നിർബന്ധമാണ്. നിർബന്ധം എന്ന് എഴുതാം, അല്ലെങ്കിൽ വാജിബ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും എഴുതാം. 2ാമത്തത് കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് ബന്ധിക്കൽ. ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ചിരുന്നു, കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നേരത്തെ നിസ്കാരത്തെ എന്നാണ് നേരത്തെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അത് കറാഹത്താണ്. ഇവിടെ ദിവസത്തെ എന്നാണ്. അപ്പോൾ ഹറാമാണ് എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു, അത് ശ്രദ്ധിക്കുക, ഹറാമാണ്. 3ാമത്തത് ഉദറില്ലാതെ ഖളാ ആയ നോമ്പ് ഉടനെ ഖളാ വീട്ടൽ. കാരണമില്ലാതെ ഖളാ ആയ നോമ്പാണ്, അത് ഉടനെ ഖളാ വീട്ടൽ എന്താണ്? അത് വാജിബാണ്. അടുത്തത് 4ാമത്തത് സ്ത്രീ മുടി കളയൽ എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ ഹജ്ജിന് ഒക്കെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുടി കളയലുണ്ടല്ലോ, അതിൽ സ്ത്രീ മുടി കളയൽ എന്താണ്? അത് കറാഹത്താണ്. 5ാമത്തത് മീഖാത്തിന് അപ്പുറമുള്ളവർ മീഖാത്തിലെത്തും മുമ്പ് ഇഹ്റാം ചെയ്യൽ. മീഖാത്തിന് അപ്പുറമുള്ളവർ മീഖാത്തിലെത്തും മുമ്പ് ഇഹ്റാം ചെയ്യൽ ജായിസാണ്, അല്ലെങ്കിൽ അനുവദനീയമാണ് എന്നൊക്കെ എഴുതാം. വിരോധമില്ല എന്നൊക്കെ എഴുതാനൊന്നും കുഴപ്പമില്ല. ഇനി ഇവിടെ അടുത്തത് സാരം എഴുതാം എന്നാണ്. സാരം എഴുതാറിന് അർത്ഥം എഴുതാനാണ്. 3 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ 1ാമത്തത് ലൈസ അലൻ നിസാഇ ഹൽഖുൻ ഇന്നമാ അലൻ നിസാഇ അത്തഖ്സീർ. ലൈസ അലൻ നിസാഇ എന്ന സ്ത്രീകൾക്കില്ല, ഹൽഖുൻ മുടി കളയലില്ല. പിന്നെന്താണ്? ഇന്നമാ അലൻ നിസാഇ തീർച്ചയായും സ്ത്രീകൾക്കുള്ളത് എന്താണ്? അത്തഖ്സീർ ചുരുക്കലാണ്, മുടി ചുരുക്കലാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയൽ നിർബന്ധമില്ല, എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം എന്ന് എഴുതാം. എന്താണ്? സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയൽ നിർബന്ധമില്ല, എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം, അങ്ങനെ എഴുതാം. 2ാമത്തത് അഹബ്ബു ഇബാദി ഇലയ്യ ആജലുഹും ഫിത്ര. അഹബ്ബു ഇബാദി ഇലയ്യ ആജലുഹും ഫിത്ര എന്താണ്? എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നോമ്പ് തുറ പെട്ടെന്നാക്കുന്നവരാണ് എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നോമ്പ് തുറ പെട്ടെന്നാക്കുന്നവരാണ്. 3ാമത്തത് മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനിയിലെ. മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു, വലം യസുർനി എന്നെ സന്ദർശിക്കാതിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ എന്നെ സന്ദർശിച്ചല്ല എങ്കിൽ ഫഖദ് ജഫാനി അവൻ എന്നോട് പിണങ്ങിയവനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് എന്നർത്ഥം പറയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്.
നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.